ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും കൂടാതെ ബാങ്ക് നിഫ്റ്റിയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ മിഡ് ക്യാപ്പാണ് നന്നായി പെർഫോം ചെയ്തത്. 0.6% ഉയർന്നു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് നാസ്ഡാക്കും S&P 500 സൂചികകൾ ഇന്നലെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് തന്നെയായിരുന്നു. ഇന്റൽ ഉൾപ്പെടെയുള്ള ചിപ്പ് നിർമ്മാതാക്കളുടെ ഓഹരിയിലുണ്ടായ ഇടിവും ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കാനുള്ള കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിക്ഷേപകർക്കിടയിൽ കുറഞ്ഞതുമാണ് വിപണിയെ ബാധിച്ചത്. ഇതുകൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിലും ആക്രമണത്തിലും പ്രതിഷേധങ്ങളിലുമായി ഇറാൻ കൊല്ലപ്പെടുത്തിയ താൻ പറയുന്ന ആളുകൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം USഉം ഇസ്രയേലും ഇറാന്റെ പ്രദേശത്ത് ആക്രമണം ആരംഭിച്ചതിന് ശേഷമുണ്ടായ നഷ്ടപരിഹാരങ്ങൾക്ക് വാഷിംഗ്ടൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ചില നിബന്ധനകൾ പാലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആശങ്കകൾ ഉയരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 5% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം വർദ്ധിക്കുന്നതിനായി USഉം ഇറാനും തമ്മിൽ ധാരണയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ കുറഞ്ഞതാണ് എണ്ണവില കുതിച്ചുയരാൻ കാരണമായത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ $87 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ US മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നും ഫ്യൂച്ചേഴ്സിൽ ചെറിയൊരു ഇടിവ് തന്നെയാണ് കാണുന്നത്. കൂടാതെ യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ യൂറോപ്യൻ വിപണി ഇന്നലെ മിക്സഡ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 1% ഇടിവിലാണുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,614 ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. കൂടാതെ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് സ്റ്റോക്കുകളിൽ അങ്ങേയറ്റം ഫോക്കസിലേക്ക് വരാൻ സാധ്യതയുള്ളത് വിപ്രോയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തിങ്കളാഴ്ച അറിയിച്ചത് BSE നിഫ്റ്റി 50യിലേക്ക് പ്രവേശിക്കുകയും വിപ്രോ നിഫ്റ്റി 50യിൽ നിന്ന് സെപ്റ്റംബർ 30 ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇത് പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 30 വിപ്രോയെ ഒഴിവാക്കാനുള്ള കാരണം വിപ്രോയേക്കാൾ കുറഞ്ഞത് 1.5 മടങ്ങ് ഉയർന്ന 6 മാസത്തെ ശരാശരി പ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ BSE നേടി എന്നതിനെ തുടർന്നാണ്. NSE അടുത്ത അർദ്ധവാർഷിക സൂചിക അവലോകനത്തിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത്. ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് കൂടി ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. ഈ വാർത്ത മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതാണ് സ്റ്റോക്ക് എന്ന് മനസ്സിലാകും. 2026 ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻമെൻറ്റ് ബില്ല് തിങ്കളാഴ്ച പാർലമെൻറ്റിൽ പാസാക്കി. ഇന്നാണ് രാജ്യസഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത്. UPI ഇടപാടുകൾക്കും ചെറുകിട വ്യാപാരികൾക്കും മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചാർജ് നൽകേണ്ടി വരില്ലെന്നാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ഇപ്പോൾ തന്നെ UPIക്ക് MDR ചുമത്തിയിട്ടില്ല. നിയമ ഭേദഗതി ഭാവിയിൽ ചില മർച്ചന്റ് ട്രാൻസാക്ഷനിൽ ത്രീസോൾഡ് ബേസ്ഡ് MDR കൊണ്ടുവരാനുള്ള വഴിയാണ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ആവാൻ സാധ്യതയുള്ളത് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് Paytm തന്നെയാണ്. 197 കമ്മ്യൂണിക്കേഷൻസിന് ഒരു വളരെ വലിയൊരു സാധ്യതയാണുള്ളത്. അതായത് UPI മർച്ചന്റ് എക്കോ സിസ്റ്റത്തിൽ വലിയ എക്സ്പോഷർ ഉള്ള ഒരു കമ്പനി ഈ Paytm തന്നെയാണ്. ലിസ്റ്റഡ് കമ്പനികളിൽ ഒന്ന് Paytm തന്നെയാണ് എന്നാണ് പറയുന്നത്. MDR വന്നു കഴിഞ്ഞാൽ 197 കമ്മ്യൂണിക്കേഷൻസ് അഥവാ Paytmന് അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ മറ്റ് ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ UPI മെർച്ചന്റ് ബാങ്കിങ് എക്കോസിസ്റ്റം ഉള്ള HDFC ബാങ്കിന് അത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് ബാങ്കുകളായിട്ടുള്ള ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഇനിയിപ്പോൾ ഇന്ത്യൻ വിപണിയിൽ വലിയ കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്തു വരുന്നത്. കാരണം അത് കാണിച്ചു തരുന്നത് ജൂലൈയിലെ ഡിമാറ്റ് അക്കൗണ്ട് കൂട്ടിച്ചേർക്കൽ 6 മാസത്തെ ഉയർന്ന നിലയിലായിട്ട് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വിപണിയുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഇത് കാണിച്ചു തരുന്നത്. ജൂലൈയിൽ മാത്രം 2.89 ദശലക്ഷം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വർധനവ് കൂടിയാണിത്. CDSL, NSDL എന്നിവയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ ഡാറ്റ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മാർച്ച് 30 ഒരു ലോ ടച്ച് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ഈ ഒരു ഹൈ വരെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 10% റിട്ടേൺ ആണ് കുറഞ്ഞ സമയം കൊണ്ട് നിഫ്റ്റി 50യിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില ഇവൻസുകൾ നോക്കാം. ആദ്യം ഗ്ലോബലി ഉള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റ UKയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. കൂടാതെ US-ൽ നിന്നും ഹോം സെയിൽസ് ഡാറ്റയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇതുകൂടാതെ US കോൺഗ്രസീരിയൽ പ്രിമീസസ് ഇന്നാണ് നടക്കുന്നത്. അതായത് അമേരിക്കൻ പാർലമെൻറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള
പ്രൈമറി തിരഞ്ഞെടുപ്പുകൾ ഇന്നാണ് നടക്കുന്നത്. കൂടാതെ RBI ഗവർണറുടെ ഒരു സ്പീച്ച് ഇന്ന് പുറത്തു വരുന്നുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ ഫിബാക് 2026 വാർഷിക കോൺഫറൻസിൽ ഇന്ന് സംസാരിക്കും. ഇന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഡാറ്റ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. AMFI ജൂലൈ ഡാറ്റ ഇന്ന് പുറത്തു വരും. കൂടാതെ മിൽക്കി മിസ്റ്റ് IPO ഇന്ന് സബ്സ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കമ്പനികളായി വരുന്നത് സൈമൺസ്, സൈഡസ് ലൈഫ് സയൻസ്, ബാറ്റ ഇന്ത്യ, ഡെൽറ്റ കോർപ്പ്, എൻവിറോ ഇൻഫ്രോ എഞ്ചിനീയേഴ്സ്, EPL, കൽപ്പതാരു പ്രൊജക്ട്സ്, MRF, മണപ്പുറം ഫിനാൻസ്, PI ഇൻഡസ്ട്രീസ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, സെൻകോ ഗോൾഡ്, യുനിചം ലബോറട്ടറീസ്, വിക്രൻ എഞ്ചിനീയറിംഗ്, അശോക ബിൽഡ്കോൺ തുടങ്ങിയവയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിഫ്റ്റി കേവലം 3-4 മാസങ്ങൾ കൊണ്ട് നല്ല മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടിനൊക്കെ ശേഷം നല്ല രീതിയിലുള്ള വോളിയത്തോടു കൂടി നല്ല മൂവ്മെൻറ്റിനായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ റിസൾട്ടായിട്ട് പറയാനുള്ളത് വോഡാഫോൺ ഐഡിയയുടെ റിസൾട്ടാണ്. ലോസ് കുറഞ്ഞിട്ടുണ്ട്. 3754 കോടി രൂപയായിട്ടാണ് ലോസ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6608 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നഷ്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി റവന്യൂയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6% വർധനവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. 11,689 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി ലോസ് ഇപ്പോൾ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനും താഴെയായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി റവന്യൂവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതുമായിരുന്നു. എബിറ്റഡ നോക്കിക്കഴിഞ്ഞാൽ 9.2% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റഡ മാർജിൻ 43.1%. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 41.8%. മറ്റൊരു കമ്പനി PC ജുവല്ലർ എന്ന കമ്പനിയാണ്. സ്റ്റോക്ക് 37.2% വർധനവാണ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 222.2 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 21% വർധനവാണ് വന്നത്. 877 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് കോൾത്ത് പാട്ടിൽ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 146.3% നല്ലൊരു വർധനവ് കാണാം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 17 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും നല്ലൊരു തിരിച്ചുവരവാണ് കമ്പനിയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. റവന്യൂവിൽ 11 മടങ്ങിൻ്റെ വർധനവ്, മികച്ച ഒരു റവന്യൂ കൂടിയാണ് കമ്പനി ഇത്തവണ ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ കണക്ക് നോക്കുകയാണെങ്കിൽ 919.5 കോടി രൂപയുടെ വർധനവ് ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ കാണാൻ കഴിയും. കമ്പനി ഇന്ന് പ്രത്യേകം ഒന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. അടുത്ത് ഗ്ലെൻഡ് ഫാർമ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 47.1% വർധനമാണ് കാണുന്നത്. 317 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 19.6% വർധനവ്, 1800.3 കോടി രൂപയായിട്ടാണ് റവന്യൂ ഉള്ളത്. അടുത്ത ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 165% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന. 1726.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 209% വർധനവ്, 7354.4 കോടി രൂപയായിട്ടുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു ഫലം തന്നെയായിരുന്നു അത്. മറ്റൊരു കമ്പനി ലൂമെക്സ് ഓട്ടോ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 109.2% വർധനവാണ് റിപ്പോർട്ട് ചെയ്ത്. 86.6 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 32.9% വർധനവ്, 1363.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത KC ഇൻ്റർനാഷണൽ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 41.7% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലും വലിയ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. ബോഷ് എന്ന കമ്പനിയുടെ റിസൾട്ടും മോശം തന്നെയാണ്. പ്രോഫിറ്റിൽ 36.8% ഇടിവ് വന്നപ്പോൾ റവന്യൂവിൽ 22% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, BBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.